ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. +1 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഇവിടെ നമുക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നൊരു സ്റ്റോറി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഐ വിൽ ഫ്ലൈ എന്നൊരു സ്പീച്ച്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ഒരു പ്രൊഫൈലുണ്ട്. അതുപോലെ ഈഫ് എന്ന് പറയുന്നൊരു പോയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. 18 മാർക്കാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സെക്കൻഡ് യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡേറ്റ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എസ്സേ ആണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഒരു സ്റ്റോറി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പോയം ഡെത്ത് ദ ലെവലർ എന്ന പോയം പഠിക്കാനുണ്ട്. അപ്പം സെക്കൻഡ് യൂണിറ്റിൽ നിന്നും 22 മാർക്കുള്ള വെയിറ്റേജും ഉള്ളതാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. തേർഡ് യൂണിറ്റ് ബിയോണ്ട് ദ ഹൊറിസോൺ. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സൺറൈസ് ഓൺ ദ ഹിൽസ് ഉണ്ട്, ദ ട്രിപ്പ് ഓഫ് ലഹോർലെ ഉണ്ട്, അതുപോലെ തന്നെ ദ സാക്രഡ് ടർട്ടിൽസ് ഓഫ് കഡാവു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 21 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഫോർത്ത് യൂണിറ്റ് ബ്രേവിംഗ് ദ ഹസാർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യ എന്നൊരു എസ്സേ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ദ സെറാങ് ഓഫ് റണാഗഞ്ചി എന്നൊരു സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. ദ വ്രക്ക് ഓഫ് ദ ടൈറ്റാനിക് അപ്പം ഒരു പോയം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് 21 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഫിഫ്ത്ത് യൂണിറ്റ് ഹാർമണി ഓഫ് ലൈഫ്. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറി, ഹാർമണി ഓഫ് ലൈഫ് എന്ന സ്റ്റോറി പഠിക്കാനുണ്ട്. ദെൻ ടു സ്ലീപ്പ് എന്ന പോയം ഉണ്ട്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്നൊരു എസ്സേ പഠിക്കാനുണ്ട്. അപ്പം അഞ്ചാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് ലൈഫിൽ നിന്നും 12 മാർക്കുള്ള ക്വസ്റ്റിനും പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ലീപ്സ് ആൻഡ് ബൗൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സൈബർ സ്പേസ്, അതുപോലെ ഈ സൊസൈറ്റി ഡെഡ് തുടങ്ങിയ ആർട്ടിക്കിളും, അതുപോലെ തന്നെ കൺസെപ്ഷ്യൽ ഫ്രൂട്ട് എന്ന സ്റ്റോറിയും പഠിക്കാനുണ്ട്. അപ്പം ആറാമത്തെ യൂണിറ്റിൽ നിന്നും 12 മാർക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിന്റെ എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട 10 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിലെ എല്ലാ യൂണിറ്റിന്റെയും സമ്മറി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ചാപ്റ്റർ വൈസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും മതി. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഇമെയിൽ ആണ്. ഇമെയിൽ നമ്മുടെ എക്സാമിന് സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമെയിലിന്റെ ഫോർമാറ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ പാടുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഫുൾ മാർക്ക് അതിൽ നിന്ന് നേടാൻ പറ്റുന്നതാണ്. സെക്കൻഡ് വൺ ഇന്റർവ്യൂ. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും ക്യാരക്ടറോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഇന്റർവ്യൂ ചെയ്യാനൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അപ്പം ഒരു 3-4 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കണം. അതിന് ആൻസേഴ്സും പഠിച്ചു വെക്കുകയാണെങ്കിൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. തേർഡ് വൺ പോയം അപ്രിസിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കവിതയും അതുപോലെ തന്നെ മറ്റൊരു കവിതയോടെ തന്നിട്ട് അതിൽ നിന്നും പോയം അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് വൺ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. അതായത് നമുക്ക് ജോലിക്ക് വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കുന്നു, അതിനോട് നമ്മൾ റെസ്യൂമും കൂടെ ചേർത്താണ് അയക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് വൺ പ്രൊഫൈൽ റൈറ്റിംഗ്. കുറച്ച് ഹിൻസ് തന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, പ്രൊഫൈൽ എഴുതാൻ പഠിച്ചിരിക്കണം. സിക്സ് വൺ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടർ സ്കെച്ചിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ സെവൻത് വൺ പാരഗ്രാഫ് റൈറ്റിംഗ്. പാരഗ്രാഫ് റൈറ്റിംഗും ചോദിക്കാറുള്ള ചോദ്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. എയ്ത്ത് വൺ ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേ നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. നയൻത് വൺ സ്പീച്ച്. അപ്പോൾ സ്പീച്ചും ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സ്പീച്ച് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെയും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.